രാഷ്ട്രീയം മറന്ന് ഒരേ മനസ്സോടെ സ്ഥാനാർത്ഥികൾ ഞാറുനടാനിറങ്ങി. കാട്ടാക്കമ്പൽ പഞ്ചായത്തിലെ ചിറ്റത്താഴം യൂണിയൻ കോൾപ്പടവിലെ ഞാറുനടീലിനാണ് സ്ഥാനാർത്ഥികൾ ഒന്നിച്ചത്. പെരുന്തുരുത്തി വാർഡിലെ LDF സ്ഥാനാർത്ഥി AY ഹമീദ്, UDF സ്ഥാനാർത്ഥി KM റസാഖ്, ചെറുതുരുത്തി വാർഡിലെ NDA സ്ഥാനാർത്ഥി ദിനേഷ് കുമാർ എന്നിവരാണ് ഒന്നിച്ച് ഞാറുനട്ടത്. ചിറ്റത്താഴം കോൾപ്പടവ് സെക്രട്ടറി AY ഹമീദും വൈസ് പ്രസിഡന്റ് KM റസാഖും തമ്മിലാണ് പെരുന്തുരുത്തി വാർഡിലെ മത്സരം. ചെറുതുരുത്തി വാർഡിലാണ് ദിനേഷ് കുമാർ മത്സരിക്കുന്നത്. ചിറ്റത്താഴം കോൾപ്പടവിലെ ഞാറുനടിൽ പ്രസിഡന്റ് KM ഹനീഫ ഉദ്ഘാടനം ചെയ്തു. കർഷകരായ K ജയദേവൻ, കൊച്ചുമാത്തു എന്നിവർ നേതൃത്വം നൽകി. 220 ഏക്കർ പാടത്ത് ഉമാവിത്താണ് കൃഷി ചെയ്യുന്നത്. IT പ്രോഡക്ട്സും വിശ്വാസ് കമ്പ്യൂട്ടേഴ്സിൽ നിന്നും വിശ്വസിച്ച് വാങ്ങാവുന്നതാണ്. വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിൽ ചേലക്കരയ്ക്കടുത്ത് ഉതുവടിയിൽ ഇന്ന് രാവിലെ 7:15 KSRTC ബസും സ്വകാര്യ ബസും കൂട്ടിയിടിച്ച് വൻ അപകടം. അപകടത്തിൽ നിരവധി യാത്രക്കാർക്ക് പരിക്കേറ്റു. മുണ്ടാറ്റുപുഴയിലേക്ക് സർവീസ് നടത്തുകയായിരുന്ന KSRTC ബസും തിരുവില്ലാമലയിലേക്ക് പോവുകയായിരുന്ന മനമേൽ എന്ന സ്വകാര്യ ബസുമാണ് കൂട്ടിയിടിച്ചത്. കൂട്ടിയിടിയുടെ ആഘാതത്തിൽ KSRTC ബസിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. ഡ്രൈവറെ പുറത്തെടുക്കാൻ സാധിക്കാത്ത വിധം ക്യാബിനിൽ കുടുങ്ങിയത് രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കി. നാട്ടുകാരും ചേലക്കര പോലീസും സംയുക്തമായാണ് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. പരിക്കേറ്റവരെ ചെറിയ വാഹനങ്ങളിലാണ് ഉടൻ തന്നെ തൊട്ടടുത്ത ആശുപത്രികളിലേക്ക് മാറ്റിയത്. ഇവരിൽ KSRTC ഡ്രൈവറുടെ നില ഗുരുതരമാണെന്നാണ് പ്രാഥമിക വിവരം. അപകടത്തെ തുടർന്ന് സംസ്ഥാന പാതയിൽ ഏറെ നേരം ഗതാഗത തടസ്സമുണ്ടായി. കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നതേയുള്ളൂ. പാര വെഡ്ഡിംഗ് കമ്പനി വിവാഹം, ജന്മദിനാഘോഷം, സ്ഥാപനങ്ങളുടെ ഉദ്ഘാടനം, പ്രീ വെഡ്ഡിംഗ് തുടങ്ങി നിങ്ങളുടെ മനോഹരമായ നിമിഷങ്ങൾ ഏറ്റവും ആധുനിക സജ്ജീകരണങ്ങളോടുകൂടി കളർഫുള്ളാക്കാൻ പാര വെഡ്ഡിംഗ് കമ്പനിയെ സമീപിക്കാം. ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി, വീഡിയോ എഡിറ്റിംഗ്, ഫോട്ടോ ലാമിനേഷൻ, ലൈവ് സ്ട്രീമിംഗ്, ഫോട്ടോ പ്രിന്റിംഗ് തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ലഭ്യമാണ്. തൃശൂർ ജില്ലാ പഞ്ചായത്ത് മുല്ലശ്ശേരി ഡിവിഷൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി രാഗേഷ് കണിയാമ്പറമ്പിലിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥമുള്ള 2ാം ഘട്ട സ്ഥാനാർത്ഥി പര്യടനത്തിന് തുടക്കമായി. കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ ചൊവ്വല്ലൂരിൽ നിന്നും ആരംഭിച്ച പ്രയാണം കണ്ടാണശ്ശേരി, ചൂണ്ടൽ, എലവള്ളി പഞ്ചായത്തുകളിലൂടെ പ്രയാണം നടത്തി കാക്കശ്ശേരിയിൽ സമാപിച്ചു. സ്ഥാനാർത്ഥി പര്യടനത്തിന് കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ പ്ലാക്കാട്, അമ്പലനട, അരിയന്നൂർ, ആലിൻ ചുവട്, കലാനഗർ എന്നിവിടങ്ങളിൽ സ്വീകരണം നൽകി. സ്വീകരണ കേന്ദ്രങ്ങളിൽ CPIM നേതാക്കളായ AK ഹുസൈൻ, C അംബികേശൻ, PA മുസ്തഫ, K സച്ചിൻ, CPI നേതാക്കളായ VR മനോജ്, PS ജയൻ, ബെന്നി ആന്റണി എന്നിവർ സംസാരിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി രാഗേഷ് കണിയാമ്പറമ്പിൽ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികളായ ശിവൻ വാഗ, പ്രമിത സജീവൻ, കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് 4ാം വാർഡ് സ്ഥാനാർത്ഥി സൗമ്യ ധനൻ, 5ാം വാർഡ് സ്ഥാനാർത്ഥി നിവ്യ റനീഷ്, 6ാം വാർഡ് സ്ഥാനാർത്ഥി സാഫിറ സീസ്, 7ാം വാർഡ് സ്ഥാനാർത്ഥി വിനു ജോൺസൺ എന്നിവരെ സ്വീകരണ കേന്ദ്രങ്ങളിൽ ഇടതുമുന്നണി പ്രവർത്തകർ ഹാരാർപ്പണം നടത്തി സ്വീകരിച്ചു. സ്വീകരണങ്ങൾക്ക് സ്ഥാനാർത്ഥി രാഗേഷ് കണിയാമ്പറമ്പിൽ നന്ദി അർപ്പിച്ച് സംസാരിച്ചു. CPIM നേതാക്കളായ മുരളി പെരുന്നെല്ലി MLA, KF ഡേവിഡ് എന്നിവർ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു. പെരുന്നാളിന്റെയും പൂരങ്ങളുടെയും നാടായ പഴഞ്ഞിയുടെ ഗ്രാമഭംഗിയിലേക്ക് ആധുനികതയുടെ സൗന്ദര്യവുമായി മെറ്റലർ ബാങ്ക്വറ്റ് ഹാൾ. ആഘോഷങ്ങളെ മറക്കാത്ത ഓർമ്മകളാക്കാൻ എല്ലാ അത്യാധുനിക സൗകര്യങ്ങളോടെ
നമ്മുടെ പ്രിയപ്പെട്ടവരോടൊപ്പം ഒത്തുചേരാൻ. ആധുനികമായ ദൃശ്യ ശബ്ദ സംവിധാനങ്ങളോടെ വിശാലമായ AC ബാങ്ക്വറ്റ് ഹാൾ, വിശ്രമിക്കാനും ഒരുങ്ങുവാനും ഫീഡിംഗ് സൗകര്യങ്ങൾക്കും മറ്റുമായി സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് സൗകര്യം, രാത്രികളിലെ ഓപ്പൺ എയർ ആഘോഷങ്ങൾ കെങ്കേമമാക്കാൻ അതിമനോഹരമായ റൂഫ് ഗാർഡൻ, വിശാലമായ കാർ പാർക്കിംഗ്, ബാപ്റ്റിസം, ബെട്രതൽ സെറമണി, മെഹന്തി, ഹൽദി, ഇന്റിമേറ്റ് വെഡ്ഡിംഗ് ഫംഗ്ഷനുകൾ, കുടുംബ സംഗമം, ബർത്ത്ഡേ പാർട്ടികൾ, ഗ്രൂം ടു ബി, ബ്രൈഡ് ടു ബി ആഘോഷങ്ങൾക്കും ബിസിനസ് മീറ്റിംഗുകൾക്കും ഏറ്റവും അനുയോജ്യം. മെറ്റ്ലർ ബാങ്ക്വറ്റ് ഹാൾ, സെലിബ്രേറ്റ് വിത്ത് എലഗൻസ്. ഏതാനും നിമിഷങ്ങൾക്കകം നമ്മുടെ പ്രിയങ്കരനായ നേതാവ് എത്തിച്ചേരും. അടുത്തെത്തിയിരിക്കുകയാണ്. എത്തുന്നത് വളരെ കുറച്ച് ദിവസങ്ങളെ ഇനി ബാക്കിയുള്ളൂ. കാരണം നമുക്ക് അവസാനിപ്പിക്കണം. പഞ്ചായത്തുകളുടെ ഈ തെരഞ്ഞെടുപ്പിൽ ഈ സർക്കാരിൻ്റെ പ്രതിഷേധം രേഖപ്പെടുത്തണം, സർക്കാരിനോടുള്ള പ്രതിഷേധം രേഖപ്പെടുത്തണം. ഇതിന് ആമുഖ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി കേരള തെരഞ്ഞെടുപ്പ് സമ്മേളനത്തിന് നേതൃത്വം കൊടുക്കുന്ന പ്രിയങ്കരനായ കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ സീനിയർ നേതാവ്, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ മുൻ പ്രസിഡന്റ്, നമ്മുടെ ഈ നിയോജക മണ്ഡലത്തിലെ നമ്മുടെ ജില്ലയിലെ തന്നെ സീനിയർ കെ ഗോപാലകൃഷ്ണൻ, പ്രിയപ്പെട്ട ഉമ്മർ കടങ്ങോട് ഉൾപ്പെടെയുള്ള മത്സരിക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഏറെ ബഹുമാന്യരായ സ്ഥാനാർത്ഥികളെ, നല്ലവരായ ജനാധിപത്യ വിശ്വാസികളെ, സഹോദരിമാരെ, സഹപ്രവർത്തകന്മാരെ, സുഹൃത്തുക്കളെ, നമ്മുടെ പ്രിയങ്കരനായ നേതാവിനെ നിങ്ങളോട് അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിച്ചോളുന്നു. കേരളം ഏതാണ്ട് ഒരു 15 വർഷം പുറകോട്ട് പോയി. ഈ 15 വർഷത്തെ പുറകോട്ട് പോക്കൽ സമസ്ത മേഖലകളെയും ബാധിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ സ്വന്തം നാടാണ് ഈ കേരളം. ലോകത്തെ ഏറ്റവും മനോഹരമായ സ്ഥലമാണ് ഈ കേരളം. അനന്തമായ വികസന സാധ്യതയുള്ള ഈ കൊച്ചു കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ 10 വർഷം കൊണ്ട് ഈ ഗവൺമെന്റ് കഴിഞ്ഞില്ല എന്നതല്ലേ സത്യം? കേരളം എങ്ങനെ വികസിക്കും, എങ്ങനെ പുരോഗതി പ്രാപിക്കും? ഇന്ന് വിലക്കയറ്റത്തിന്റെ കാര്യത്തിൽ കേരളം ഒന്നാമതാണ്. ബ്യൂറോ ഓഫ് എക്കണോമിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിപ്പാർട്ട്മെന്റ് കണക്കനുസരിച്ച് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള സംസ്ഥാനം കേരളം, ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ ഉള്ള സംസ്ഥാനം കേരളം, ഏറ്റവും കൂടുതൽ അക്രമങ്ങളും കൊലപാതകങ്ങളും നടക്കുന്ന സംസ്ഥാനം കേരളം, ഏറ്റവും കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്ന സംസ്ഥാനം കേരളം. കേരളത്തെ പറ്റി നമ്മൾ അഭിമാനിച്ചിരുന്നത് വിദ്യാഭ്യാസ രംഗത്തും ആരോഗ്യ രംഗത്തും നാം നേടിയ പുരോഗതിയാണ്. അതിനെയാണ് നോബൽ സമ്മാന ജേതാവായ അമർത്യ സെൻ കേരള മോഡൽ എന്ന് വിളിച്ചത്. ആ കേരള മോഡലിലും നിറം മങ്ങിയിരിക്കുന്നു. നമ്മുടെ ചെറുപ്പക്കാരൻ എവിടെയാണ്? കുട്ടികൾ എവിടെ? +2 പാസ്സായ മുഴുവൻ കുട്ടികളും വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ കാത്തു നിൽക്കുന്ന സാഹചര്യമാണ് കേരളത്തിൽ. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ +2 കഴിഞ്ഞ കുട്ടികൾ ജർമ്മൻ ഭാഷ പഠിക്കുക. ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടോ? ജർമ്മൻ ഭാഷ പഠിക്കുകയാണ്. കാരണം ജർമ്മനിയിൽ പോയാൽ നഴ്സിംഗ് കഴിഞ്ഞ് ജർമ്മനിയിൽ പോയാൽ ജർമ്മൻ ഭാഷ പഠിക്കണം. കാനഡയിലേക്ക്, UK-യിലേക്ക്, അയർലൻഡിലേക്ക്, എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും നമ്മുടെ ചെറുപ്പക്കാർ ഇന്ന് പലായനം ചെയ്യുക.
ഈ പലായനത്തിന്റെ ഉദ്ദേശം എന്താണ്? വിദേശ രാജ്യങ്ങളിൽ കുട്ടികൾ പോയി പഠിക്കുന്നത് നമ്മളെതിരല്ല. പക്ഷെ അവരവിടെ പഠിച്ച് അവിടെ വിവാഹം കഴിച്ച് ജോലി കിട്ടി അവിടെ താമസിക്കുന്നു. കേരളം പ്രായമായവരുടെ വയോജനങ്ങളുടെ ഒരു നാടായി മാറുന്നു. ഇതിന്റെ കാരണം എന്താണ്? കേരളത്തിൽ നല്ല വിദ്യാഭ്യാസം കിട്ടുന്നില്ല. വിദ്യാഭ്യാസം കിട്ടുന്നതിനനുസരിച്ചുള്ള ജോലി കിട്ടുന്നില്ല. ജീവിക്കാൻ മാർഗമില്ലാതായി വരുന്നു. അല്ല, നിന്റെ ക്ലാസ് ഒക്കെ കഴിഞ്ഞില്ലേ? ഇനി എന്താ പ്ലാൻ? പ്ലാന് എനിക്ക് കൊമേഴ്സ് ഫീൽഡിൽ ഇൻട്രസ്റ്റ് ഉണ്ട്. പക്ഷെ എവിടെ ഏത് കോഴ്സ് എടുക്കണം അതിനെ കുറിച്ചുള്ള ഐഡിയ ഒന്നുമില്ല. ഓ, ഫ്യൂച്ചർ കൊമേഴ്സ് ഫീൽഡിലാക്കാനാണോ പ്ലാൻ? പക്ഷെ വെറും ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സ് പഠിച്ചോണ്ട് കാര്യമുണ്ടോ? അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? പിന്നെ എല്ലാരും എങ്ങനെ പഠിക്കുന്നേ? ഇപ്പൊ എല്ലാരും കരിയർ ഓറിയന്റഡ് കോഴ്സാ പഠിക്കുന്നത്. നീ ഒരു കാര്യം ചെയ്യ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ആൻഡ് ടെക്നോളജിയിൽ പ്രൊഫഷണൽ അക്കൗണ്ടിങ്ങിൽ ഒരു 1 ഇയർ റെസിഡൻഷ്യൽ പ്രോഗ്രാം ചെയ്യേ. പ്രാക്ടിക്കൽ ട്രെയിനിങ്ങും ഉണ്ടാവും. റെസിഡൻഷ്യൽ പ്രോഗ്രാമോ? ഞാനിതുവരെ കേട്ടിട്ടില്ലല്ലോ. നീ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞേ. കേരളത്തിൽ തന്നെ ആദ്യത്തെ റെസിഡൻഷ്യൽ പ്രോഗ്രാം ആണിത്. പിന്നെ മാത്രമല്ല, അക്കൗണ്ട് ഓഡിറ്റിംഗിലെല്ലാം 30 വർഷത്തെ എക്സ്പീരിയൻസും ഇവർക്കുണ്ട്. നിരവധി ബിസിനസ്സുകൾക്ക് കൺസൾട്ടിംഗ് നടത്തുന്ന സ്ഥാപനമാണ്. 1 വർഷത്തെ ക്ലാസ് കൊണ്ട് തന്നെ നിനക്ക് പ്രൊഫഷണൽ ആവാം. അക്കൗണ്ടിംഗ് പ്രാക്ടീസിലൂടെ നിനക്ക് ഈ GST, ടാലി, SAP പോലെയുള്ള ലീഡിംഗ് സോഫ്റ്റ്വെയർസ് കൈകാര്യം ചെയ്യുന്നതിൽ എക്സ്പീരിയൻസും പിന്നെ മോക്ക് ഇന്റർവ്യൂസ്, പ്രസന്റേഷൻസ്, ക്ലയന്റ് ഡീലിംഗ്സ് ഒക്കെ ചെയ്യുന്നതിലൂടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് മെച്ചപ്പെടുത്താനും കഴിയും. ഇതെല്ലാം അവര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? നിനക്ക് ഫ്യൂച്ചർ സെക്യൂർ ആക്കണമെന്നുണ്ടെങ്കിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ആൻഡ് ടെക്നോളജിയിൽ അഡ്മിഷൻ എടുത്തോ. KNR ഫുഡ്സിന്റെ പുതിയ സ്ഥാപനമായ സ്നേക്കിസ്റ്റ് 2025 നവംബർ 16 തീയതി ഞായറാഴ്ച 3 മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കുന്നംകുളം ഭദ്രാസനം മെത്രാപ്പൊലീത്ത അഭിവന്യ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് തിരുമേനിയുടെ തൃക്കരങ്ങളാൽ സ്ഥാപനത്തിന്റെ കൂദാശയും ഉദ്ഘാടനവും നിർവഹിച്ചു. ചടങ്ങിൽ വൈദികർ, ബന്ധുമിത്രാദികൾ, സുഹൃത്തുക്കൾ, കുടുംബാംഗങ്ങൾ, സ്റ്റാഫുകൾ എന്നിവർ സന്നിഹിതരായിരുന്നു. മാനേജിംഗ് ഡയറക്ടർ കൊച്ചുമോൻ നന്ദി അറിയിച്ചു. എല്ലാവിധ സ്നാക്സുകളും ക്വാളിറ്റിയോടുകൂടി തയ്യാറാക്കുന്ന പ്രൊഡക്ഷൻ ആൻഡ് സെയിൽസ് യൂണിറ്റാണ് പഴഞ്ഞി ചെറുതുരുത്തിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഇവിടെ സ്നാക്സുകൾ മൊത്തമായും ചില്ലറയായും നൽകപ്പെടുന്നു. സഹോദര സ്ഥാപനം നോബിൻ ട്രേഡേഴ്സ്, എറണാകുളം. കൊച്ചി മെട്രോ വന്നപ്പോൾ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കടമെടുത്തത് 1.5% പലിശ. വാട്ടർ മെട്രോ ഫ്രാൻസിൽ നിന്ന് കടമെടുത്തപ്പോൾ 1.5% പലിശ. ഈ മസാല ബോണ്ടിന് 9.72% അവസ്ഥ കേരളത്തിൽ ഉണ്ടാക്കിയത് ഈ ഗവൺമെന്റാണ്. അതിന്റെ പിന്നിൽ വലിയ അഴിമതിയാണ്. ലാവ്ലിൻ കേസിലെ 7ാമത്തെ പ്രതിയാണ് പിണറായി വിജയൻ. ഇപ്പോഴും സുപ്രീം കോടതി കിടക്കുകയാണ്. 41 ദിവസം ആ കേസ് മാറ്റിവെച്ച് 41 തവണ BJP CPM തമ്മിലുള്ള കൂട്ടുകെട്ടാണ് അതിന്റെ കാരണം. ആ ലാവ്ലിൻ കമ്പനിയിൽ 20% ഷെയറുള്ള CDPQ എന്നൊരു കമ്പനിയാണ് ത്തിലെ ഈ മസാല ബോണ്ട് വാങ്ങിയത്. വിശദമായി കാര്യങ്ങൾ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് എന്റെ വാക്ക് നിർത്തുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. UDF സവിസ്തരം അവതരിപ്പിക്കുന്നു. രവി കുറുമ്പൂർ, വാർഡ് 2, രാമപുരം. ചന്ദ്രമതി, ഏറെ പ്രിയപ്പെട്ട ഇന്നൽ ശ്രീമതി സീതി, ചൂരൽമലയിലെ പാവപ്പെട്ടവന് സ്വന്തം ഭൂമി നൽകി ശ്രദ്ധേയനായ ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ശ്രദ്ധേയ വ്യക്തിത്വം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ശക്തമായ മുഖം ശ്രീ റസാഖ് പെരുന്തിരുത്തി വാർഡിൽ നിന്നും മത്സരാർത്ഥിയായി ചെന്നിത്തലയിൽ നിന്നും സ്വീകരണം ഏറ്റുവാങ്ങുന്നു, ആശീർവാദം ഏറ്റുവാങ്ങുന്നു. വാർഡ് 6 ചെറുതുരുത്തി മുഹമ്മദ് റഷീദ്. വാർഡ് 7 ഏറ്റവും പ്രിയപ്പെട്ട പള്ളിയുടെ ശിലാകേന്ദ്രം പഴഞ്ഞി വെസ്റ്റ് ശ്രീമതി ജിൻസിയെ സ്നേഹാദരത്തോടെ സ്വാഗതം ചെയ്യുന്നു. വാർഡ് 8 അയ്നൂർ വാർഡിൽ തങ്കമണി ടീച്ചർ, ശ്രീമതി തങ്കമണി ടീച്ചർ, ശ്രീമതി സുമ. വാർഡ് 10 കോട്ടോൽ പഴഞ്ഞി ചെറുക്കൽ പോലെ മറ്റൊരു പ്രധാന ശിലാകേന്ദ്രം കട്ടകമ്പാൽ പഞ്ചായത്തിന്റെ
കോട്ടോൽ വാർഡിൽ നിന്നും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് UDF മത്സരിപ്പിക്കുന്നു ശ്രീ ഷെരീഫ്. വാർഡ് 11 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിന്റെ ചരിത്രമുറങ്ങുന്ന പഴഞ്ഞി മണ്ണ് തിരിച്ചു പിടിക്കാൻ നിയോഗിച്ചിരിക്കുന്നു. കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ശ്രീ ജയശങ്കർ. ചെന്നിത്തലയുമായി ഏറ്റവും കൂടുതൽ സ്നേഹവും സന്തോഷവും ഒരുമിച്ച് പങ്കിടുന്ന ജയശങ്കറിനാവട്ടെ ഏറ്റവും നല്ല ഭൂരിപക്ഷത്തോടുകൂടി ഈ വാർഡിൽ നിന്ന് വിജയിപ്പിക്കാനുള്ള അഭ്യർത്ഥന ശ്രീമതി മിനി ടീച്ചർ. ശ്രീമതി മിനി ടീച്ചറെ സ്നേഹാദരത്തോടെ ക്ഷണിക്കുന്നു. വാർഡ് 13 പട്ടിത്തടത്തിൽ നിന്നും ശ്രീമതി നിമിഷ. ശ്രീമതി നിമിഷ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നിശ്ചലമായ പട്ടിത്തടം വാർഡിൽ നിന്നും ശ്രീമതി നിമിഷ. വാർഡ് 14 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മറ്റൊരു സ്ഥിരാകേന്ദ്രം കരിയാമ്പ്ര വാർഡ് ശ്രീമതി ശ്രീരാജൻ. ശ്രീരാജനെ ക്ഷണിക്കുന്നു. വാർഡ് 14 കരിയാമ്പ്ര വാർഡിൽ നിന്നും ശ്രീരാജൻ. വാർഡ് 15 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കോട്ടയായ മൂലപ്പാട് വാർഡിൽ നിന്നും ശ്രീമതി സ്വപ്ന പ്രിൻസ്. ശ്രീമതി സ്വപ്ന പ്രിൻസ്. തെങ്ങാമുക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വഴികാട്ടിയും ലീഡറുടെ ഉത്തമ സഹചാരിയുമായ KS നാരായണൻ നമ്പൂതിരിയുടെ സ്മൃതി കുടീരം കൊള്ളുന്ന പെങ്ങാമുക്ക് വാർഡിൽ നിന്നും ശ്രീ രജി. ശ്രീ രജി. വാർഡ് 17 സനിഷ ഷിബു. സന്ധ്യ ഷിബു. വാർഡ് 18 പെമ്പ്രയിൽ സഹകരണ രംഗത്ത് സജീവ സാന്നിധ്യമായ ശ്രീ MA അബ്ദുൾ റഷീദ്. വാർഡ് 18 പലാട്ടുമുറി. അടുത്തതായി ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പടകുതിര, ജില്ലാ പഞ്ചായത്തിലേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പടകുതിര MS മണികണ്ഠൻ. 25 വർഷം പിന്നിടുകയാണ് പൊതു രംഗത്ത് പഞ്ചായത്ത് മെമ്പറായി. ഇപ്പോഴിതാ പാർട്ടി ജില്ലാ പഞ്ചായത്ത് പിടിച്ചെടുക്കുവാൻ നിയോഗിച്ചിരിക്കുന്നു. ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ശ്രീമതി വിജയ ഗോപി പഴഞ്ഞി ഡിവിഷൻ. ദീർഘകാലം പഞ്ചായത്ത് മെമ്പറായിരുന്ന പാരമ്പര്യവുമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബ്ലോക്ക് സ്ഥാനാർത്ഥി ശ്രീമതി വിജയ ഗോപി. അതുപോലെ തന്നെ കാട്ടകമ്പാൽ ഡിവിഷൻ ശ്രീമതി ജമീല. UDFന്റെ IUMLന്റെ കോണി ചിഹ്നത്തിൽ മത്സരിക്കുന്നു ശ്രീമതി ജമീല. സ്ഥാപനങ്ങളുടെ പേരിലുള്ള എല്ലാ അഭിനന്ദനങ്ങളും ആശംസകളും നിർത്തുന്നു. കുന്നംകുളം കാണിപ്പയ്യൂരിൽ പെട്ടി ഓട്ടോറിക്ഷയും ഇന്നോവ കാറും കൂട്ടിയിടിച്ച് അപകടം. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഇന്ന് ഉച്ചയ്ക്ക് 12:30 കാണിപ്പയ്യൂർ കുരിശിന് സമീപത്താണ് അപകടമുണ്ടായത്. നടുറോഡിൽ അലക്ഷ്യമായി U-ടേൺ തിരിക്കുകയായിരുന്ന പെട്ടി ഓട്ടോറിക്ഷയിൽ തൃശൂർ ഭാഗത്തു നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന ഇന്നോവ കാർ ഇടിക്കുകയായിരുന്നു. പെട്ടി ഓട്ടോ തിരിയുന്നത് കണ്ടതോടെ കാർ ഡ്രൈവർ വാഹനം നിയന്ത്രിക്കാൻ ശ്രമിച്ചെങ്കിലും അപ്രതീക്ഷിതമായി പെട്ടി ഓട്ടോ കാറിന് മുൻപിലേക്ക് വന്നതിനാൽ നിയന്ത്രണം നഷ്ടപ്പെട്ട് ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. കുന്നംകുളം പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു. ഇപ്പോൾ 9th പഠിക്കുന്ന സ്റ്റുഡൻസിനായി സയൻസ് ഷെയിൽ നെക്സ്റ്റ് ഇയർ 10th ബാച്ചിലേക്കുള്ള അഡ്മിഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. കൂടാതെ ഇപ്പോൾ അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് മാത്സ് ബേസിക് ടെസ്റ്റുകൾ നടത്തി അവരുടെ ഇഷ്യൂസ് പറഞ്ഞു കൊടുക്കുന്നു. കൂടാതെ ഫിസിക്സിലെ മാത്തമാറ്റിക്കൽ പ്രോബ്ലംസും ചെയ്തു കൊടുക്കുന്നു. അതിനോടൊപ്പം തന്നെ ജാനുവരിയിൽ സയൻസിന്റെയും മാത്സിന്റെയും 5ഓളം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻസർ ചെയ്യുന്നു. താല്പര്യമുള്ളവർ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്തു.
കുന്നംകുളം കാണിപ്പയ്യൂരിൽ വൈദ്യുത ഇൻസുലേറ്റർ തലയിലേക്ക് പൊട്ടിവീണ യുവതിക്ക് പരിക്കേറ്റു. പെലക്കാട്ട് പയ്യൂർ സ്വദേശിനി മേനോത്ത് വീട്ടിൽ 32 വയസ്സുള്ള ശ്രീഷ്മയ്ക്കാണ് പരിക്കേറ്റത്. കുന്നംകുളം കാണിപ്പയ്യൂർ KECB സബ്സ്റ്റേഷന് സമീപം ഇന്ന് രാവിലെ 10:30 സംഭവം. ചൂണ്ടൽ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലൂടെ സ്കൂട്ടറിൽ ചൂണ്ടൽ ഭാഗത്തുനിന്ന് കുന്നംകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന യുവതി സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിന് മുകളിലേക്കാണ് വൈദ്യുത ഇൻസുലേറ്റർ പൊട്ടിവീണത്. ഹെൽമറ്റ് ധരിച്ചിരുന്നതിനാൽ വലിയ ദുരന്തം ഒഴിവായി. ഇൻസുലേറ്റർ വീണതിനെ തുടർന്ന് ഹെൽമറ്റ് തകർന്നു. പാതയോരത്തെ വൈദ്യുത പോസ്റ്റിൽ വൈദ്യുത കമ്പികൾ ടൈറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൻസുലേറ്റർ പൊട്ടി യുവതിയുടെ തലയിലേക്ക് വീഴുകയായിരുന്നു. സംഭവത്തെ തുടർന്ന് മുഖത്തും തലയ്ക്കും പരിക്കേറ്റ യുവതിയെ ആദ്യം കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. സംഭവ സമയത്ത് സുഹൃത്തും സ്കൂട്ടറിൽ ഉണ്ടായിരുന്നെങ്കിലും ഇവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. നിങ്ങളുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് വീട് ഫേർണിഷ് ചെയ്യാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ എക്സ്പെക്ടേഷൻസിനും അപ്പുറം ഒരുപാട് ഫേർണിച്ചേഴ്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുകയാണ് കാസിയോ ഹോം ഡെക്കോർ. ഊഞ്ഞാലുകൾ, പ്രീമിയം ആൻഡ് നോർമൽ സോഫ സെറ്റുകൾ, വെറൈറ്റി കളക്ഷൻ ഓഫ് വുഡൻ ബെഞ്ച് ആൻഡ് വുഡൻ ചെയർസ്, ചാരു കസേര, ബഡ്ജറ്റ് ഫ്രണ്ട്ലി കട്ടിലുകളും അതിനിണങ്ങിയ നോർമൽ ആൻഡ് സ്പ്രിംഗ് ബെഡുകളും, കൂടാതെ ടീപ്പോയ്, അൽമാര, ഡ്രസ്സിംഗ് ടേബിൾ, ദിവാൻ കുട്ട്, പിന്നെ ഡൈനിങ് ടേബിളിന്റെയും അതിനോടൊപ്പമുള്ള ചെയറിന്റെയും ഒരു വലിയ കളക്ഷൻ തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. കാസിയോ ഹോം ഡെക്കോർ, കാലിക്കറ്റ്, ആറേമ്പാടം, കുന്നംകുളം. ലോക ഭിന്നശേഷി ദിനത്തിൽ വിളംബര ജാഥ സംഘടിപ്പിച്ചു. ചൊവ്വന്നൂർ BRCയുടെ ആഭിമുഖ്യത്തിൽ ലോക ഭിന്നശേഷി ദിനത്തിൽ കുന്നംകുളം നഗരത്തിൽ വിളംബര ജാഥ സംഘടിപ്പിച്ചു. കുന്നംകുളം പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ KP ജയപ്രദീപ് ഫ്ലാഗ് ഓഫ് ചെയ്തു. ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ അനീഷ് ലോറൻസ് അധ്യക്ഷനായി. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ, ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലെ NSS വളണ്ടിയർമാർ, അധ്യാപകർ, ചൊവ്വന്നൂർ BRC അംഗങ്ങൾ എന്നിവർ വിളംബര ജാഥയിൽ പങ്കെടുത്തു. വിളംബര ജാഥയ്ക്ക് ശേഷം NSS വളണ്ടിയർമാർ ലോക ഭിന്നശേഷി ദിന സന്ദേശം ഉൾക്കൊള്ളുന്ന ഫ്ലാഷ് മോബ്, സ്കിറ്റ് എന്നിവ അവതരിപ്പിച്ചു. സാമൂഹ്യ പുരോഗതിക്കായി ഭിന്നശേഷി സൗഹൃദ സമൂഹത്തെ വളർത്തിയെടുക്കാമെന്ന മുദ്രാവാക്യം എഴുതിയ ബിഗ് ക്യാൻവാസിൽ പങ്കെടുത്ത എല്ലാവരും ഒപ്പുവെച്ചു. ചൊവ്വന്നൂർ BRCയുടെ പരിധിയിലുള്ള ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ ഏകദിന സംഗമം പൊൻതാരങ്ങൾ 2025 ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് ഡിസംബർ 6 നടത്തുമെന്ന് സംഘാടകർ അറിയിച്ചു. പെരുമണ്ണ് പിഷാരിക്കൽ കാർത്തിയായനി ക്ഷേത്രത്തിൽ തൃക്കാർത്തിക മഹോത്സവവും സഹസ്രാധിക ദീപക്കാഴ്ചയും വ്യാഴാഴ്ച ആഘോഷിക്കും. രാവിലെ 5-ന് പള്ളി ഉണർത്തലിന് ശേഷം നിർമ്മാല്യ ദർശനം, ഗണപതി ഹോമം എന്നീ ചടങ്ങുകളും തുടർന്ന് ഉഷപൂജ, നവകം, പഞ്ചഗവ്യം, തന്ത്രി പൂജ, വിശേഷാൽ പൂജകളും ഉണ്ടാകും. ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാട്, ക്ഷേത്രം മേൽശാന്തി പുത്തിലത്ത് വാസുദേവൻ എമ്പ്രാന്തിരി എന്നിവർ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. 11:30 നട അടച്ച ശേഷം ഉച്ചതിരിഞ്ഞ് 4:30 നട തുറക്കും. 5:30 സഹസ്രാധിക ദീപം തെളിയിക്കൽ നടക്കും. വൈകിട്ട് 6 മണിക്ക് ദീപാരാധന, ചുറ്റുവിളക്ക്, നിറമാല എന്നീ ചടങ്ങുകൾക്ക് ശേഷം ദേവസ്വം പറവെപ്പും തുടർന്ന് കക്കാടി രാജപ്പന്മാരാരും ചെറുപ്പുളശ്ശേരി രാജേഷും ചേർന്ന് അവതരിപ്പിക്കുന്ന ഡബിൾ തായമ്പക അരങ്ങേറും. രാത്രി 8:30 ദേവി പുറത്തേക്ക് എഴുന്നള്ളിച്ച് നടക്കൽ പറവെപ്പ്, മേളത്തിന്റെ അകമ്പടിയോടെ വിളക്കെഴുന്നള്ളിപ്പും നടക്കും. രാത്രി 8:30 നട അടയ്ക്കുന്നതോടെ തൃക്കാർത്തികയോടനുബന്ധിച്ചുള്ള ചടങ്ങുകൾക്ക് സമാപനമാകും.